തെക്കൻ ഇറാനിൽ ഇറാൻ സൈന്യത്തിന്റെ മിസൈൽ വിക്ഷേപണ ബോട്ടുകളും മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ബോട്ടുകളും യുഎസ് സെൻട്രൽ കമാൻഡ് ആക്രമിച്ച് തകർത്തു. സ്വയരക്ഷയ്ക്കായിട്ടാണ് ഇത്തരത്തിലൊരു നടപടിയെടുത്തത് എന്നാണ് യുഎസിന്റെ സൈഡിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഏബ്രഹാം അക്കോർഡ്സിൽ ഒപ്പുവെക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഈയൊരു നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ അസഫ് വ്യക്തമാക്കി. ലബനനിൽ ഇസ്രയേൽ ഹെസ്ബുള്ളക്കെതിരായിട്ടുള്ള ആക്രമണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുഎസ്-ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നായി 15 ലക്ഷത്തിലധികം വിദേശ തീർത്ഥാടകർ ഉൾപ്പെടെ 18 ലക്ഷത്തോളം മുസ്ലിം വിശ്വാസികളാണ് മക്കയിലും പരിസര പ്രദേശങ്ങളിലുമായി ഒത്തുകൂടിയിരിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മക്കയ്ക്കും വിശുദ്ധ സ്ഥലങ്ങൾക്കും സമീപം സൗദി അറേബ്യ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ മിനറൽസ് ഖനനത്തിലും വിതരണത്തിലും സഹകരിക്കാൻ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചരിത്രപരമായ ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. സെനഗലിന്റെ പുതിയ പാർലമെന്റ് സ്പീക്കറായി മുൻ പ്രൈം മിനിസ്റ്ററും പ്രമുഖ നേതാവുമായ ഉസ്മാൻ സോങ്കോ തെരഞ്ഞെടുക്കപ്പെട്ടു. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ശ്രീലങ്കൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അതീവ മാരകമായ എബോള വൈറസ് വകഭേദം അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ കടുത്ത വ്യോമാക്രമണം നടത്തുമെന്ന ഭീഷണിയുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുന്നു. 4 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി കീവിലെ തീരുമാനങ്ങളെടുക്കുന്ന കേന്ദ്രങ്ങളും ഡിസിഷൻ മേക്കിംഗ് സെന്റേഴ്സും കമാൻഡ് പോസ്റ്റുകളും തങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകി. കീവിലുള്ള വിദേശ പൗരന്മാരോടും വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരോടും എത്രയും വേഗം തലസ്ഥാന നഗരം വിട്ടുപോകാൻ റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജമ്മു കശ്മീർ പരാമർശിച്ചുകൊണ്ടുള്ള ചൈന-പാകിസ്ഥാൻ സംയുക്ത പ്രസ്താവന ഇന്ത്യ ശക്തമായി നിരസിച്ചു. കശ്മീരും ലഡാക്കും എക്കാലത്തും ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗങ്ങളാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചു. അദ്ദേഹം ഉടൻ തന്നെ നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. കർണാടക മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് രാജി ആവശ്യപ്പെട്ടതായും DK ശിവകുമാറിന് പദവി കൈമാറാൻ നീക്കമുള്ളതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.